ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മുംബൈ സിറ്റി വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിൽ 7 റെഡ് കാർഡുകളും 7 യെല്ലോ കാർഡുകളുമാണ് റഫറിക്ക് പുറത്തെടുക്കേണ്ടതായി വന്നിട്ടുള്ളത്. ഏറെ ആവേശകരമായി അവസാനിച്ച മത്സരത്തിൽ ഹോം ടീമായ മുംബൈ സിറ്റി 1-നെതിരെ 2 ഗോളുകൾക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഈ ഒരു 10ാം സീസണിലെ ആദ്യ തോൽവി സമ്മാനിച്ചു. മുംബൈ സിറ്റിയുടെ 4 താരങ്ങൾക്ക് അടുത്ത ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിൽ കളിക്കാനാവില്ല. ഡിസംബർ 24-ന് കൊച്ചിയിൽ വെച്ചാണ് ഈ ഒരു മത്സരം അരങ്ങേറാൻ പോകുന്നത്. റെഡ് കാർഡുകൾ ലഭിച്ച ഗ്രേഗ് സ്റ്റുവാർട്ട്, വിക്രം പ്രതാപ് സിംഗ്, ആകാശ് മിശ്ര, രാഹുൽ ബേക്കെ എന്നീ 4 താരങ്ങൾക്കാണ് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ 4 താരങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നടക്കുന്ന അടുത്ത മത്സരത്തിൽ മുംബൈ സിറ്റിക്ക് വേണ്ടി ജേഴ്സി അണിയാൻ കഴിയില്ല. റെഡ് കാർഡുകൾ ലഭിച്ച 4 താരങ്ങളെ കൂടാതെ തന്നെ മത്സരത്തിൽ യെല്ലോ കാർഡ് ലഭിച്ച ഗോൾ കീപ്പർ ലച്ചംബയ്ക്കും ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരം നഷ്ടമാവും. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഡിസംബർ 24-ാം തീയതി തങ്ങളുടെ ഫാൻസിന്റെ മുന്നിൽ വെച്ച് പ്രതികാരം വീട്ടാൻ മുംബൈക്കെതിരെ ഇറങ്ങാൻ പോവുകയാണ്. ഈ ഒരു മത്സരത്തിൽ വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു റെഡ് കാർഡിലൂടെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു മത്സരം വിജയിക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അടുത്തൊരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ അൽവാരോ വാസ്കസിനെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ട ഏറ്റവും മികച്ച മുന്നേറ്റ നിര താരങ്ങളിൽ ഒരാളാണ് അൽവാരോ വാസ്കസ്. കളിച്ച ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ കയറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 2021-22 സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വാസ്കസ് പന്ത് തട്ടിയിട്ടുള്ളത്. അന്ന് ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കും വഹിച്ച താരമാണ് അൽവാരോ വാസ്കസ്. ബ്ലാസ്റ്റേഴ്സിനായി 23 മത്സരത്തിൽ ജേഴ്സി അണിഞ്ഞ താരം 8 ഗോളുകളും 2 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അൽവാരോ വാസ്കസ് ഇൻസ്റ്റയിലൂടെ. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് അവസരം ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ലൂണയുടെ പരിക്ക് പുതിയ സാഹചര്യങ്ങളിലേക്ക് വഴിതെളിച്ചതോടെ അൽവാരോ തിരികെ വരുമോ എന്ന ചിന്തയിലാണ് ആരാധകരെല്ലാവരും. എന്നാൽ ഇത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. താരത്തിന് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പാനിഷ് ക്ലബിൽ 2024 ജൂൺ വരെയാണ് കോൺട്രാക്ട് ഉള്ളത്. അടുത്തൊരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ചാണ്. ഈ ഒരു ISLന്റെ 10ാം സീസൺ തുടക്കം മുതലേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് യുവ മലയാളി താരങ്ങൾ തന്നെയായിരിക്കും. ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയാനിരിക്കെ ഇവരുടെ മാർക്കറ്റ് വാല്യൂവിൽ വമ്പൻ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിൽ നിന്നും മാർക്കറ്റ് വാല്യൂ ഏറ്റവും കൂടുതൽ കൂടിയത് മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന്റെയും കൂടാതെ പ്രതിരോധ താരമായ മിലോസ് ഡ്രിൻസിച്ചിന്റേതുമാണ്. ഈ 2 താരങ്ങൾക്കും മാർക്കറ്റ് വാല്യൂവിൽ 1 കോടിയുടെ വർധനവാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതോടെ സച്ചിൻ സുരേഷിന്റെ മാർക്കറ്റ് വാല്യൂ 1.2 കോടി രൂപയായി മാറിയിരിക്കുകയാണ്. മിലോസ് ഡ്രിൻസിച്ചിന്റേത് 2.8 കോടിയോളം രൂപയും. ഇതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ യുവ കരുത്തായ മുഹമ്മദ് ഐമനും ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനും മാർക്കറ്റ് വാല്യൂവിൽ 80 ലക്ഷത്തിന്റെ വർധനവാണ് വന്നിട്ടുള്ളത്. ജപ്പാൻ താരം ഡൈസുകെ സാക്കായിക്ക് 60 ലക്ഷത്തിന്റെയും മലയാളി സൂപ്പർ താരമായ വിപിൻ മോഹനന് 40 ലക്ഷത്തിന്റെയും വർധനവാണ് മാർക്കറ്റ് വാല്യൂവിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യ റൗണ്ട് കഴിയാനിരിക്കെ മാർക്കറ്റ് വാല്യൂവിൽ വമ്പൻ കുതിപ്പ് വന്ന ISLലെ മികച്ച 20 പേരിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്രയും പേരും ഇടം പിടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മലയാളി താരങ്ങളുടെ വളർച്ച എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും കൂടി അഭിമാനകരമാണ്. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കും ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.